അടുത്തായി CPIM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും പുതുതായി തിരഞ്ഞെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK ശൈലജ ടീച്ചർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ശൈലജ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഏറെ ആവേശകരമായ സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത്. CPM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രാദേശിക സമ്മേളനങ്ങളും വളരെ വളരെ ആവേശഭരിതവും വളരെ വലിയ ജനപങ്കാളിത്തമുള്ളതുമായിരുന്നു. എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ആ സമ്മേളനം വിജയിപ്പിക്കാൻ കൊല്ലത്തെ സഖാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. CPIM-ൻ്റെ സമ്മേളനത്തിനകത്ത് വളരെ കൂലങ്കഷമായ ഈ നാടിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള, ഈ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടും ചർച്ചയും ഒക്കെയാണ് നടന്നത്. പ്രതിനിധി സഖാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന രേഖയിലും നടത്തിയിട്ടുള്ള ചർച്ച വളരെ ഫലപ്രദവും ഭാവി കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ഉതകുന്നതുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സമത്വപൂർണമായൊരു സമീപനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം സോഷ്യലിസമാണ്. നമ്മുടെ രാജ്യത്ത് 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗം സോഷ്യലിസം നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമത്വപൂർണമായ സമൂഹത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഭരണ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ജനാധിപത്യപരമായി രാജ്യത്തെ നയിക്കുന്നതിന് അവർക്ക് സാധിച്ചില്ല. കാർഷിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടത്തി കാർഷിക വിപ്ലവം നടത്തുന്നതിന് അവർ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ജനത കൊടും പട്ടിണിയിൽ കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അടങ്ങിയതായിട്ട് മാറിയത്. കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ 30% ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അതിദരിദ്രരാണെന്ന് കാണുന്നു. എക്സ്ട്രീംലി പുവറായിട്ടുള്ള ആളുകൾ, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്തവരെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക് പരിശോധിച്ചപ്പോൾ 0.7%. 100 പേരെ എടുത്താൽ ഒരാൾ പോലും ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത കുടുംബത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ. പക്ഷേ മറ്റ് ചില ഘടകങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് അവരെ ദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് 0.7% ആളുകൾ അതിദരിദ്രരുടെ പട്ടികയിൽ വന്നത്. അത് മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയത്. അത് ഫലം കാണാൻ പോകുന്നു. 2025 അവസാനമാകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് നമ്മൾ മാറും. എന്നാൽ അതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ പുതുതലമുറ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വായും പിളർന്നു വരുന്ന തൊഴിലില്ലായ്മ ഈ രാജ്യം സമ്മാനിച്ചതാണ്. കേരളത്തിലും അതിൻ്റെ ഒരു പങ്ക് കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ നിസ്സംഗരായി നോക്കി നിൽക്കാനല്ല, തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ തന്നെയാണ് കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നിക്ഷേപ സമാഹരണത്തിനും വലിയ തോതിൽ മൂലധന നിക്ഷേപത്തിനും ഇട നൽകിക്കൊണ്ട് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതുവഴി പുതുതലമുറക്ക് തൊഴിൽ നൽകുന്നതിനും കേരളം തയ്യാറാവുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബദൽ സമീപനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വമ്പിച്ച പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ യുവാക്കൾ നവകേരളത്തിൻ്റെ പുതുവഴികൾ ഏറ്റുവാങ്ങുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം കേരളത്തെ ഒരു വിജ്ഞാന കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് 2ാം പിണറായി സർക്കാർ നടത്തുന്നത്. 57 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ജനങ്ങളുടെ പട്ടിണി മാറ്റുകയായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു. മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ലൊക്കെ അതിനു വേണ്ടിയായിരുന്നു. ഡോക്ടർ AR മേനോനെ പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള ആരോഗ്യമന്ത്രി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധിച്ചത്. ഓരോ ഘട്ടത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഭരണപരിഷ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചതുകൊണ്ടാണ് ജീവിത നിലവാരത്തിൽ
മനുഷ്യ വികസന സൂചികയിൽ കേരളം ഇന്ന് മുന്നോട്ടെത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്. നമുക്ക് എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളുമുണ്ട്. നമ്മുടെ എല്ലാ പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും ഹയർ സെക്കൻഡറിയും അതുപോലെ ഹൈസ്കൂളും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ആ രംഗത്ത് ആനുകാലികമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതിന് നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയും സൂചിപ്പിച്ചത്. അതിനാണ് 4 മിഷനുകൾ പ്രഖ്യാപിച്ചത്. ആ മിഷനുകളിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളും കേരളത്തിൻ്റെ ശുചിത്വവും എല്ലാം എത്ര കണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും സർക്കാർ നേതൃത്വം നൽകി വീടുണ്ടാക്കി കൊടുക്കുക എന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റിന് മാത്രമേ അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും വാസയോഗ്യമായ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഗവൺമെൻറ് പിന്തുണയോടെ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ ചില വീട് നിർമ്മാണ പദ്ധതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ 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 കുറച്ചാണ്, ആവശ്യകതയുടെ 4 അയലത്തെത്താത്തതാണ്. കേരളം ധീരമായ പ്രഖ്യാപനമാണ് നടത്തിയത്. അതുവഴിയാണ് 4-5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ രണ്ടാമത് തുടർഭരണം കിട്ടിയപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് അവിടെ മാത്രം നിന്നാൽ പോരാ, നമുക്ക് കൂടുതൽ വികസിത കേരളമായി കേരളത്തെ മാറ്റണം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യരുടെ അറിവും കഴിവും ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എങ്ങനെ സമർത്ഥമായിട്ട് വിനിയോഗിക്കുമെന്നാണ് കേരളം ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അതുതന്നെയാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന വലിയ ഒരു രേഖയിലൂടെ നമ്മളിപ്പോൾ കാണുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ സംരംഭങ്ങൾ വരാനും ഇവിടുത്തെ വ്യാവസായിക രംഗം അഭിവൃദ്ധിപ്പെടാനും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാണ് ഇവിടെ നടത്തിയത്. അതുപോലെ ഇവിടുത്തെ കാർഷിക രംഗത്തെ മെച്ചപ്പെടുത്താനും ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെല്ലാം വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടുത്തെ നല്ല കഴിവുള്ള മനുഷ്യരുടെ കഴിവ് ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഒരു നല്ല സമത്വപൂർണമായ കേരളത്തിൻ്റെ സൃഷ്ടിക്കും വളരെ വികസിതമായൊരു കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുമാണ് ശ്രമിക്കുന്നത്. ആ കേരളം എല്ലാ അർത്ഥത്തിലും സമഭാവനയുള്ളതായിരിക്കണം. ജാതി മതവിദ്വേഷങ്ങളില്ലാത്ത, ജാതിപരമായ ഉച്ചനീചത്വങ്ങളില്ലാത്ത, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, പുതിയ രേഖ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രേഖക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതോടുകൂടി CPIM-ൻ്റെ അടുത്ത 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അടവുപരമായിട്ടുള്ള രാഷ്ട്രീയ സമീപനത്തിനും രൂപം കൊടുക്കും. വളരെ വലിയ തോതിൽ ഈ രാജ്യത്താകെ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനാണ് CPM തീരുമാനിക്കുക. കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സമൂഹ നിർമ്മാണത്തിന് വേണ്ടി ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറപ്പായിട്ടും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും. എല്ലാ സഖാക്കളെയും, ഇവിടെ വന്നിട്ടുള്ള പാർട്ടിയുടെ ബന്ധുക്കളെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.